വിശ്വാസമില്ല. അതായത് ഉപദ്രവിച്ചിട്ട് പോലും എന്നെ മുഖത്തിട്ട് 4 വട്ടം തുടർച്ചയായി അടിക്കുകയും മൂന്നാം തീയതി പ്രശ്നമുണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ ഫോണില് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ രോഹിത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ക്യാമറ ഓൺ ആക്കിയാണ്, ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഏപ്രിൽ മാസം 3-ാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോ. പ്രശ്നേഷിന്റെ വിഷയം ഇന്നലെ ഡിസ്കസ് ചെയ്ത സമയത്തേ ഞാൻ പറഞ്ഞിരുന്നു 2 സൈഡത്തെ ഒപ്പീനിയൻ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നു. പനിയത്തിന്റെ സൈഡിലെ വീഡിയോയും വന്നിട്ടുണ്ട്, ഏട്ടന്റെ സൈഡിലെ വീഡിയോയും വന്നിട്ടുണ്ട്. പനിയത്തിന്റെ സൈഡിൽ ആസ് യൂഷ്വൽ പരാതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പ്രശ്നേഷ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ രോഹിത് എന്ന് പറയുന്ന വ്യക്തി പുറത്തോട്ട് പോകാൻ നോക്കുകയായിരുന്നു. അപ്പോൾ പുറത്തോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ വൈഫിൻ്റെ കൂടെ പുറത്തോട്ട് പോകാൻ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് അത്യാവശ്യം പൈസ ഒക്കെ വേണമായിരുന്നു. അപ്പോൾ പൈസ തലയ്ക്ക് പിടിച്ച സമയത്താണ് പ്രശ്നം വന്നത്, വീട്ടിൽ വർത്താനം വന്നത്, ഇഷ്യൂ വന്നത്. അങ്ങനെ കുറേ കാലമായിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമായിരുന്നു. പിന്നെ ആ പെൺകുട്ടീനെ കുറേ ഉപദ്രവിച്ചു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇത് റിലേറ്റ് ചെയ്ത് പ്രശ്നേഷും ആളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനിയത്തിയുടെ ടോപ്പിക് എല്ലാവരും എടുത്ത് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിലെ എല്ലാ ഭാഗങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല, കുറച്ച് ഭാഗങ്ങളിലോട്ടൊന്ന് നോക്കാം. അന്ന് ഈ രോഹിത്ത് നേരെ ഈ ഫോൺ കണ്ടോണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് തുടർച്ചയായി 4 വട്ടം കറക്റ്റ് 4 വട്ടം അടിച്ചു. എന്റെ പൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഒച്ചത്തിൽ കരഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു. ഈ നാട്ടുകാർ മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ. ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ വീഡിയോ വെളിയിൽ ലീക്ക് ആയാൽ ഈ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് അന്ന് എന്നെ ഉപദ്രവിച്ചത്. ഈ ആൾക്കാരോട് മുന്നിലൊക്കെ പോയി നിന്നത് പറഞ്ഞതുമാണ് ഈ രോഹിത്ത്. അത് ഇപ്പം ബ്രോ പറഞ്ഞ കണക്ക് എനിക്കൊരു ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഈ ഒരു ചെറിയ പീസ് മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം ഇതിൽ ആ പെൺകുട്ടീനെ നല്ല രീതിയിൽ ഇവൻ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പണം തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെങ്ങളും ആങ്ങളെയും അമ്മയും അച്ഛനും ഇല്ല എന്നൊക്കെ പറയുന്നത് ഇതിൽ സത്യമാണ്. കാരണം എത്രയൊക്കെ ആണെങ്കിലും പെങ്ങളെയും അമ്മേനെയും ടേക്ക് കെയർ ചെയ്യേണ്ട ആൾ തന്നെയാണ് ഇവൻ. ഇപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഗൾഫ് പോയാൽ മതിയെന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം ഒരു മുട്ട് തടസ്സമായി തന്നെ തോന്നും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം പ്രശ്നേഷ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോഴേക്ക് അമ്മേനെയും അനിയത്തിനോടും പെരുമാറിയ രീതിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഇവനൊരു ഒരു വായിൽ നാക്കില്ലാത്തതുപോലെ തന്നെ പ്രവൃത്തിയിലും നാക്കില്ലാത്തൊരു മനുഷ്യനാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ അനിയത്തി വലിയ വലിയ കോൺട്രവേഴ്സീസ് ആണ് ആളെക്കുറിച്ച് പറയുന്നത്. പൈസയ്ക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കി, അമ്മേനെ തല്ലാനോങ്ങി, എന്നെ തല്ലാനോങ്ങി, എന്നെ കുറേ തവണ ഉപദ്രവിച്ചു, എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മുടെ പ്രശ്നേഷ് ഏട്ടൻ ഇതുമായി ബന്ധപ്പെട്ട് എന്താ സംസാരിച്ച് നമുക്ക് നോക്കാം. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി നൈസായിട്ട് ഗ്രീൻ ഹൗസിൽ നിന്ന് ഫുള്ളായിട്ട് മാറി. എന്നോടത് അവള് പറയുകയും ചെയ്തായിരുന്നു, നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. നമ്മൾ ഇന്നേ വരെ ഗ്രീൻ ഹൗസിൽ നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല. അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന ലാഭം കേട്ടോ, അല്ല ഇല്ലാത്ത ലാഭം എങ്ങനെ കൊടുക്കണത്. അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാര്യങ്ങൾ അവൾ നോക്കിക്കോണമെന്നാണ് പറയുന്നത്. അമ്മ ഫുള്ളായിട്ട് അതിൽ നിന്ന് മാറി. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിപ്പോൾ ഒരു നേരെയുള്ള വാരത്തരുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞ അതേ സാധനം തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ പ്രശ്നവും തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഈ പ്രശ്നത്തിന് മെയിൻ ഇപ്പോൾ പ്രശ്നേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അമ്മായിയമ്മ പോര് നാത്തും പോര് തന്നെയാണ് പറയുക. അത് തന്നെയാണ് ഈ വീഡിയോയിൽ ഫുള്ള് കൺവേ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഭാര്യയ്ക്ക് കുറച്ച് ഓവർ അറ്റൻഷൻ കൊടുത്തു. അവൻ്റെ ജീവിതം ഫ്രണ്ടോട്ട് കൊണ്ടുപോകുന്നതിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ഫാമിലീനെ ഒരു ഭാരമായി കണ്ടു എന്നാണ് എനിക്ക് പേഴ്സണലി ഈ ഹോൾ വീഡിയോ കണ്ടതെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നതല്ല. ഞാനിപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെ എന്തെങ്കിലും ജോലിയുണ്ട്, ഞാൻ പെരുത്തിരിക്കുവാണ്, ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ അവൾ പറയും ഒരിച്ചിലെങ്കിലും കഴിക്കും, ഞാൻ വാരിത്തരാന്ന് പറയും. അപ്പം ഞാൻ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവൾ വാരിത്തരുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഇവളുടെ വീട്ടിൽ ഇവളുടെ അപ്പച്ചി ഉള്ളപ്പോൾ വരെ പോയി പറഞ്ഞിട്ടുണ്ട്, അത് അവന് കൈപൊങ്ങത്തില്ലെന്ന്. ഭയങ്കര പുന്നാരമാണ് വാരിക്കൊടുത്താലേ. ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടാൻ പോകുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുള്ളൂ. അമ്മ ചെയ്ത കുറേ കാര്യങ്ങൾ പറയും, പെങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങൾ പറയും, പെങ്ങളാങ്ങളെ ഇതൊരു പക്കാ കുടുംബ പ്രശ്നം. ഒരു അമ്മായിയമ്മ പോരും, ഒരു നാത്തും പോരും, ആ സാധനങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഫുള്ളങ്ങ് നിരന്ന് കാണാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ഓരോ ഇഷ്യൂസും ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയില്ല.
മേ ബി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി വീട്ടുകാർ റിയാക്ട് ചെയ്യുക. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ റൊമാൻസ് ഉണ്ടാവും, സ്നേഹിക്കും, പ്രണയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതിപ്പോൾ കല്യാണം കഴിച്ച ആൾ തന്നെയല്ലേ ഇയാളുടെ അമ്മ. ഇയാൾക്ക് ഉള്ള അറ്റൻഷനിലോ പെരുമാറ്റത്തിലോ ഒരു ഡിഫറൻസ് വരുന്ന സമയത്തായിരിക്കാം ഓരോ കുഞ്ഞു കാര്യങ്ങളും അവർ നോട്ട് ചെയ്ത് പറയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അഫയേഴ്സ് തുടങ്ങി, അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പോൾ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ, അതായത് അവൾക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം ഇവൾ അവളെയും കൊണ്ട് ആശുപത്രി പോയി, ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ, അവളെ ഒരെണ്ണം ഡീലെങ്കിൽ ഡീൽ ചെയ്യട്ടെ. അപ്പോൾ അത് തീരുന്നതിന് മുന്നേ അടുത്ത് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും വീണ്ടും വൃത്തികേടാ പറയുന്നത്. ഒരുത്തനെ നോക്കുക, മറ്റൊന്ന് നോക്കുക, ഇവനെ ഒഴിവാക്കുക, ഒരുത്തനെ നോക്കുക, മറ്റൊന്ന് നോക്കുക. ഈ പ്രണയമൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും ഈ തലമുറയിലില്ല. പ്രണയം വളരെ സീരിയസ് ആയി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ഫ്ലേർട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ പവിത്രത മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. നമുക്ക് ഈ ലോകത്ത് കാണാം. അതൊക്കെ ഈ വലിച്ചു വാരി വന്ന് വിളിച്ച് പറഞ്ഞാൽ പെണ്ണിൻ്റെ ജീവിതം കളയേണ്ട ആവശ്യമൊന്നുമില്ല. തീരുന്നതിന് മുന്നേ അടുത്ത് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ അവനവന്റെ കാര്യം അല്ല, അങ്ങനെയല്ലടി. ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നുമല്ല, അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം തഴയുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഓഫ്കോഴ്സ് ഭാവിയിൽ ഏടികൾ വരും. അപ്പൊ അവക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ, നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്കാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, എടി നീ നിന്റെ ഇഷ്ടമുള്ള രീതി ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ നിന്റെ കയ്യിൽ ഒരു വരുമാന മാർഗം, ഒരു സ്കിൽ സെറ്റ് വേണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു രാജകുമാരൻ വന്നിട്ട് രക്ഷിച്ചോണ്ട് പോകുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്നോട്. വിഷുവിന് മുമ്പായിട്ട് ഈ കാര്യം വളരെ വ്യക്തമായി നീറ്റായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ. അതിന് സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വളരെ മോശമാണ്. പിന്നെ റിലേഷൻഷിപ്പ് വെക്കലൊക്കെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് നിങ്ങളുടെ ബാധിക്കുന്ന ടൈമിൽ നിങ്ങൾ അതിലോട്ട് കയറി കടന്നാൽ മതി. ഇപ്പം എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും, ഇപ്പോൾ പെങ്ങൾ എന്തൊക്കെ പറയുകയാണെങ്കിലും പെങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അതിന് പറഞ്ഞ റീസൺസും അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സാധനത്തെ എനിക്ക് പേഴ്സണലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇതിലിപ്പോൾ സത്യമുണ്ടോ, ഇനി നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും അവർ കംപ്ലീറ്റ്ലി വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. അവൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അവർ കൂടുതൽ പറയാം എന്താ അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന്. വിഷുവിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞ് ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഓൾറെഡി അവൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഡ്രസ്സ് ഒന്നും വേണ്ടി എടുത്തു കൊടുക്കാൻ പോണില്ല എന്നുള്ളത്. പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കണില്ല, രശ്മിക്കും ഡ്രസ്സ് എടുക്കണില്ല, ചിഞ്ചുവിനും ഡ്രസ്സ് എടുത്ത് കൊടുക്കത്തില്ല. അല്ലിക്ക് എടുത്ത് കൊടുക്കാം, അമ്മച്ചിക്ക് ഡ്രസ്സ് വേണം, അമ്മച്ചിക്ക് ഡ്രസ്സ് എടുത്ത് തരും. അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും. അത്ര അല്ലി എന്ന് വെച്ചാൽ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്, അപ്പം അവൾ വീട്ടിലെ അംഗമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രിഗറായി. നീ എന്തു അടയിച്ചു ഈ കാണിക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് എന്താ അമ്മയും പെങ്ങളെയും കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്തവനായി. എന്തുവാണ് ഇപ്പൊ അവൻ അമ്മയും പെങ്ങളെയും വേണ്ട. അതെ. എന്നിട്ട് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ച്, അങ്ങനെ ആ പോയിന്റ്സ് ഒക്കെ വെളിയിൽ നിന്ന് ഇപ്പൊ ഫുഡ് മേടിച്ചെടുത്തില്ല, കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തില്ല, ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ല. ഇവളെയും കൊണ്ടാ കറങ്ങാൻ പോണത്. അനിയത്തിക്ക് ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ്. ആ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, അതിൽ പോലും കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ അമ്മ, ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിഞ്ചുവിൻ്റെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ, അവൾക്ക് വല്ല ഡിപ്രഷൻ വന്ന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു. ചിഞ്ചുവിന് ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ പോലും ഏട്ടന് താല്പര്യമില്ല. ഞാൻ ഈ വീഡിയോ ഫുള്ള് കാണുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ നോക്കി. 8 മിനിറ്റ് 9 മിനിറ്റ് വീഡിയോ ആണ്. അതിൽ ഫുള്ള് പറയുന്നത് അമ്മ അങ്ങനെ ചെയ്തു, അച്ഛനങ്ങ് അല്ല എന്താണ് പെങ്ങളങ്ങനെ ചെയ്തു, ഒരു കൈൻഡ് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ ഇങ്ങനെ ബെറു ആ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ സില്ലി മാറ്ററാണ്. ഈ ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല. മര്യാദയ്ക്ക് നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീർക്കാവുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് വെറുതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് വലിയൊരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ വലിയൊരു കോൺട്രവേഴ്സീസ് ആയിട്ട് നിങ്ങൾ എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, എന്താണ് പ്രയോജനം എന്ന കാര്യം സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയില്ല. ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലേ, ഫാമിലി വ്ളോഗേഴ്സ് മാത്രമല്ല, അല്ലാണ്ട് നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിച്ച് അത്യാവശ്യം ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് കമൻറ്റിൽ കൂടെ ചോദിക്കാണ്ടിരിക്കില്ല. അപ്പോഴേക്ക് വന്ന് ആ കാര്യങ്ങൾ ഫുള്ള് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എന്താ എനിക്കറിയില്ല. ഇങ്ങനൊരു സാധനം ഇട്ട് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവുമെന്നും ചർച്ചയാവുന്നു, അവർ തിരിച്ചു പറയുന്നു, വീണ്ടും പറയുന്നു. അതുവഴി അത്യാവശ്യം ഇപ്പോഴുള്ള കറണ്ട് സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ലെവലിൽ നിൽക്കാം
എന്നുള്ളൊരു തോട്ട് കൊണ്ടാണ്. ഒന്നെങ്കിൽ ഇറ്റ്സ് എ പ്യുവർലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കളി. സത്യസന്ധമായി പറയും, ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. ഇന്നിപ്പോൾ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആണ്. വളരെ കോമൺ എന്ന് വെച്ചാൽ വളരെ കോമൺ. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതിന് മാത്രമേ നേരം ഉണ്ടാവും. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഇൻ ഫ്യൂച്ചറിൽ കുറേ വീഡിയോസ് ഇട്ടു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം ആളെ വീഡിയോയിൽ കാണാണ്ടാവുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി കമൻറ്റ് വരികയാണെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ വന്ന് പറയൂ. ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി ആർക്കും എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ല. അത് ഞാൻ ആലോചിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? നാലാൾക്ക് സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളെ നാറ്റിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വില കളയാനോ? എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ മാറില്ലേ? ഇതൊക്കെ ഇഷ്യൂ മാറില്ലേ? പക്ഷെ ഓരോരുത്തരിലും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആലോചിച്ച് നോക്ക്. സ്വന്തം ആങ്ങളേൻ്റെ വായെന്നാണ് ആ പെങ്ങൾ കേൾക്കുന്നത്. അവയ്ക്ക് എപ്പോഴെങ്കിലും ഇത് മറക്കാൻ പറ്റുമോ? വേറെ എന്തും പറയാം, പഠിക്കുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ ഫുൾ ടൈം ഫുഡും കഴിച്ചിരിക്കുകയാണ്, അങ്ങനെ എന്തും നിങ്ങൾക്ക് പറയാം. പക്ഷേ ചെക്കന്മാരെ മേത്ത് കയറി നടക്കുക എന്നുള്ളത് ഒരു ആങ്ങളെ പെങ്ങളെ പറ്റി പറയുന്നത് അവൾക്ക് മരിക്കുവോളം അവൾക്ക് മറക്കാൻ പറ്റില്ല. അവളെ ഭാവിനെ തന്നെ കംപ്ലീറ്റ് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒറ്റൊരു സെൻറ്റൻസ് കൊണ്ട് തീർത്തത്. എവിടെ എന്തെന്ന് കിട്ടി? അത്രയും കാലം ചേർന്ന് നിന്ന അമ്മേനെയും പെങ്ങളെയും ഒഴിവാക്കിയത് ഒരു വൈഫ് വന്നുകൊണ്ടാണോ? വൈഫ് വരുമ്പോൾ നമ്മൾ വൈഫിന് കൊടുക്കേണ്ട കെയറും കൺസേണും അറ്റാച്ച്മെൻറ്റും റൊമാൻസും പൊസസീവ്നെസ്സും എല്ലാ തേങ്ങാണ്ടി മാങ്ങാണ്ടി ഇമോഷൻസും ഒക്കെ കൊടുക്കണം എന്ന് കരുതി കൂടെയുള്ള ഫാമിലീനെ മൈൻഡ് ചെയ്യാണ്ട് നിന്നിട്ട് എന്താ കിട്ടുന്നത്? ഞാൻ വീണ്ടും പറയാം, അമ്മയോളൊന്നും ഒരു ഇമോഷനും വരില്ല. മേ ബി ചിലപ്പോൾ 1, 2, 3, 4, 5 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്ന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആയി ഭയങ്കര അടിപൊളി ജിങ്കോലാല എന്ന് പറഞ്ഞാൽ ഹാപ്പി വൈബിലൊക്കെ പോവായിരിക്കും. പക്ഷേ ഇത് 2 വ്യക്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ചളി വാരി എറിയാനുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കാണ്ട് കുറച്ചും കൂടി യൂസ്ഫുൾ ആക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതൊരിക്കലും ഇവരുടെ ഒരു മാറ്റർ എടുത്ത് കുത്തി സംസാരിക്കുകയല്ല. കോമൺ ആയിട്ട് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണിത്. ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു 10 ദിവസം നിങ്ങളോട് ചോദിക്കണം, 11 ദിവസം വേറൊരു ഫാമിലിയിൽ ഇഷ്യൂ വന്നാൽ കമൻറ്റുകളെല്ലാം അങ്ങോട്ട് പോകും. അത്രയേ ഉള്ളൂ. ആരും ഈ ഒരു ഒറ്റ വിഷയത്തിൽ മാത്രം ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ആൾക്കാരല്ല. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെറുതെ സ്വന്തം കുടുംബത്തിലെ കഥകളൊക്കെ ഇവിടെ വന്നിട്ട് ഒരു കോമഡി പീസ് ആക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്രയേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കുക. വീണ്ടും കാണാം. ബൈ.